Hi everyone, this is Yavin from Evika. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ iOS 18.6 റിലീസ് ആയിട്ടുണ്ട്. ഇന്നത്തേക്ക് ഒരാഴ്ചയായി ഈ പറഞ്ഞ അപ്ഡേഷൻ്റെ കുറേയധികം കൂട്ടുകാർക്കുള്ള ഡൗട്ടാണ് ഡിസ്പ്ലേ അടിച്ചു പോകുമോ, ബാറ്ററി പെർഫോമൻസ്, ഈ പറഞ്ഞ ക്യാമറ ക്വാളിറ്റി എന്നിങ്ങനെ കുറേയധികം ഡൗട്ടുകൾ നമ്മുടെ ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ വീഡിയോ എടുത്ത് കണ്ടു. സോ അതിനെല്ലാത്തിൻ്റെയും ഒരു ആൻസറും അതോടൊപ്പം എൻ്റെ യൂസർ എക്സ്പീരിയൻസും കൂടെ ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ ഫോളോ അപ്പ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യണോ വേണ്ടിയോ എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് കിട്ടുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പക്ഷെ അത് നമുക്ക് വലിയൊരു തന്നെ ഹെൽപ്പ് ആയിരിക്കും. സോ ദിസ് ഇസ് എബിൻ സേവ്യ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം, എങ്ങനെ ഉണ്ടായിരുന്നു അപ്ഡേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ടു ബി ഓണസ്റ്റ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ബഗ്സ് ഉണ്ടായിരുന്നില്ല, പെർഫോമൻസിന് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ആപ്സ് എടുക്കുമ്പോൾ ആ ഒരു ആപ്സ് അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. യാതൊരു പ്രശ്നമോ അതേപോലെ ക്ലട്ടറിങ്ങോ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അത്യാവശ്യം ഗെയിം കളിച്ചു, അതേപോലെ എന്താ പറയുക, ഈ പറഞ്ഞ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഞാൻ യൂസ് ചെയ്തു. ക്യാമറ, പാട്ട്, ഈ പറഞ്ഞ യൂട്യൂബ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. എന്നാലും അതിന് സ്റ്റക്കോ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഈ പറഞ്ഞ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിന് ഫീൽ ചെയ്തില്ല. ഇനി ബാറ്ററി ടോപ്പ് നോച്ച്, കാരണം ബാറ്ററി ചാർജ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ ചാർജ് ആകുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 43 എന്തോ ചാർജ് ഇട്ടു, 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് 89% ചാർജ് ആയി. അത് ഫാസ്റ്റ്, 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് കയറി. ഒരു 30 വാട്ടിൻ്റെ ചാർജാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എന്നാൽ പോലും ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. ചാർജിങ്ങിന് വലിയ പ്രശ്നമില്ല, ചാർജിങ് ഡ്രെയിനിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ യൂട്യൂബും ഗെയിമിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസും ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ബാറ്ററി സെഷനും അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഹീറ്റിംഗ് ഇഷ്യൂ, നോ ഹീറ്റിംഗ് ഇഷ്യൂ. സീരിയസ് ആയിട്ട് ഞാൻ ഔട്ട്ഡോർ യൂസ് ചെയ്തു, അത്യാവശ്യം നല്ല വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കി. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും യൂഷ്വലി ബാറ്ററി സെഷൻ ചൂടാവും. പക്ഷേ ഈ രണ്ട് കാര്യം ചെയ്തിട്ട് എൻ്റെ ഫോണിലെ ബാറ്ററി ചൂടായില്ല. ഇനി എൻ്റെ ഫോണിലെ ബാറ്ററി മാത്രം ഒരു പ്രത്യേകതയാണോ എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ഫോണിലെ ബാറ്ററി ഹീറ്റായില്ല, അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇനി അതിൻ്റെ പേരിൽ പൊങ്കലിടാൻ വരരുത്, ഞാൻ പറഞ്ഞേക്കാം. അത് എനിക്ക് ഫീൽ ചെയ്തത് നോർമലായിട്ട് തന്നെയാണ്. ഞാൻ വീഡിയോ എടുത്ത് നോക്കി, അതേപോലെ ഔട്ട്ഡോർ യൂസ് ചെയ്ത് നോക്കി, രണ്ടും എനിക്ക് അത്യാവശ്യം ഒരു ബെയറബിൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇഷ്യൂ ആവുന്ന ഒരു ചൂടിലേക്ക് എൻ്റെ ഡിവൈസ് പോയിട്ടില്ല. ഇനി അടുത്തൊരു കാര്യമാണ്, കുറേ പേർക്ക് ഡൗട്ടുണ്ട് ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്, എസ്പെഷ്യലി 13 സീരീസിലെ ആൾക്കാർക്ക്. ഈ ഒരു ഡിവൈസില്ലേ, അത് iPhone 13. ഈ പറഞ്ഞ ഡിവൈസ് iOS 18.6 ഇപ്പോൾ അപ്ഡേറ്റഡ് ആണ്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസിൽ ഡിസ്പ്ലേ ഇത്രയും ദിവസമായിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് അടിച്ചു പോയിട്ടില്ല. ഇനി നാളെ അടിച്ചു പോകുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയാൻ പാടില്ല. സംഭവം മനസ്സിലായി, ഇത്രയും ദിവസം എനിക്ക് പ്രശ്നമില്ല, നാളെ പോകുമെന്ന് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്ത് പറയാനും പറ്റില്ല. ഈ പറയുന്ന അപ്ഡേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തഡാണ് വീഡിയോ എടുത്തു വെക്കുക. അപ്ഡേഷന് മുമ്പ് ഇതേപോലെ ഫോൺ ജസ്റ്റ് മൊത്തം ഷൂട്ട് ചെയ്ത് വെക്കുക. എൻ്റെ ഫോണിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, എൻ്റെ ഫോണിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ സ്ക്രാച്ചില്ല, ഇങ്ങനെ എൻ്റെ ഫോണിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളൊരു റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ടൊരു പ്രൂഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം അപ്ഡേറ്റിൻ്റെ ഈ പറഞ്ഞ ഒരു റെക്കോർഡ് എടുത്ത് വെക്കുക. അപ്ഡേറ്റ് ആവൂലേ, നമുക്കിങ്ങനെ അപ്ഡേഷൻ നടക്കുന്ന കാര്യമില്ല, അതൊന്ന് വീഡിയോ എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ പൊക്കത്തെ ഡേറ്റ് വരും, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത്. അതിനുശേഷം ഡിസ്പ്ലേ അടിച്ചു പോയി വെക്കുക. നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ വേറെ ഫോണിൽ വീഡിയോ എടുക്കുക. നിങ്ങൾക്ക് ആപ്പിൾ കെയറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പ്രൂഫ് ഉണ്ട്, ഇത് എൻ്റെ ഫോൺ താഴ്ത്തു വീണിട്ടില്ല, എൻ്റെ ഫോൺ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ ഫോണിൽ ഡിസ്പ്ലേ അടിച്ചു പോയെന്നുള്ള പ്രൂഫ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈ പറഞ്ഞ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സർവീസോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വില കുറച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില കാശില്ലാതെ തന്നെ ചിലപ്പോൾ ചെയ്ത് കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാവും, അങ്ങനെ ഒരു പ്രൂഫ് വേണം. വെറുതെ വായി ഞാനിപ്പോൾ പറയുകയാണ് എൻ്റെ ഫോണിലെ ഡിസ്പ്ലേ അപ്ഡേറ്റ് ചെയ്തപ്പോൾ പോയി, അതിനൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു വെയിറ്റ് ഉണ്ടാവും ആ പറയുന്നതിന്. സോ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മേക്ക് ഷുവർ ഒരു വീഡിയോ എടുത്ത് വെക്കുക. നമ്മുടെ വീട്ടിൽ ആരുടെയും ഫോൺ ഉണ്ടാവൂലേ, ഐഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അമ്മയുടെ ഫോണാ, അച്ഛൻ്റെ ഫോണാ, ചേച്ചിയുടെ ഫോണാ, പെങ്ങളുടെ ഫോണാ, ആരുടെങ്കിലും ഫോണിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. എസ്പെഷ്യലി iPhone 13 സീരീസുകാർ, 13 സീരീസുകാർ മാത്രമല്ല എല്ലാ ഫോണും. എൻ്റെ 16 എടുത്ത്
എനിക്ക് തോന്നുന്നു 3-ാം ദിവസം ഡിസ്പ്ലേന് കംപ്ലൈൻറ്റ് വന്നു. എനിക്ക് ഫോൺ റീപ്ലേസ് ചെയ്ത് തന്നു. അന്നാലും ഞാൻ പറയാണ്, എടുത്തൊന്ന് ആലോചിക്കണം, എടുത്ത് 3-ാം ദിവസം എനിക്ക് ഫ്ലിക്കറിങ് അടിച്ചു. സോ പുതിയ ഫോണിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. പഴയ ഫോണിനും ഡിസ്പ്ലേ ഇഷ്യൂസ് വരാം, പുതിയ ഫോണിനും ഡിസ്പ്ലേ ഇഷ്യൂസ് വരാം. സോ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് എടുത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലത്. അല്ലെങ്കിൽ ആപ്പിൾ കെയർ പ്ലസോ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനില്ല, നിങ്ങൾക്ക് 3000 രൂപയ്ക്ക് ഡിസ്പ്ലേ ചേഞ്ച് തരും. സോ ആ ഒരു ടെൻഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിൾ കെയർ പ്ലസോ ബാക്കിയൊന്നും ഇല്ലെങ്കിൽ എപ്പോഴും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. സോ ഡിസ്പ്ലേ ഇഷ്യൂ വന്നാലും ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആയാലും ബാക്കി എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഒരു പ്രൂഫ് ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഓവർ ദ എയർ, അതായത് നമ്മൾ ഫോണിൽ അപ്ഡേഷൻ വരില്ലേ, അപ്ഡേറ്റ് ചെയ്യാൻ നേരം നമ്മുടെ ഫോണിലാണ് യൂഷ്വലി 90%, 95% ആൾക്കാരും ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ ചില സമയത്ത് അപ്ഡേറ്റ് ചെയ്യാറ്. മാക്സിമം നിങ്ങളുടെ വീട്ടിൽ മാക്ബുക്കോ അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ഏതെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ ഐട്യൂൺസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്നറിയോ? നമ്മൾ ഓവർ ദ എയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് മാറുക. പക്ഷെ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ കുറക്കാളല്ല. കണ്ട ഈ പട്ടിക്ക് എങ്ങനെ മനസ്സിലാവേണ്ട ദൈവമേ, എനിക്ക് മുട്ടാറായി എന്ന് പറഞ്ഞാൽ കറക്റ്റ് കുറക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കാര്യം കംപ്ലീറ്റ് OSഉം മാറും. അതായത് ഫുൾ 0 to 100 എന്നുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ആപ്പിൾ ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യുമ്പോൾ മാറ്റും. പക്ഷെ ഓവർ ദ എയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, അതിന് ചേഞ്ച് മാത്രമായിരിക്കും മാറ്റാൻ പോകുന്നത്. സെക്യൂരിറ്റി പാർട്സിലെ അപ്ഡേറ്റ് ഒക്കെ ഒന്നിൻ്റെ പുറത്തേക്ക് ഒന്ന് എന്നുള്ള രീതിയിലാണ് വെക്കാൻ പോകുന്നത്. അത് ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ റെക്കമെൻഡേഷനാണ് ഈ പറഞ്ഞ 2 കാര്യങ്ങളും. ഒന്ന് വീഡിയോ എടുത്ത് വെക്കുക, 2 ഈ പറഞ്ഞ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യുക. 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ബഗ് വരാനും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ ഓവർ ഹീറ്റിംഗ് എന്നീ പറഞ്ഞ ഇഷ്യൂസ് വരാതിരിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാപ്ടോപ്പ് ഇല്ല, ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വിട്, വീഡിയോ എടുത്ത് വെക്കാൻ പറ്റുമല്ലോ, വീഡിയോ എടുത്ത് വെക്കുക. സോ ഇതൊക്കെയാണ് ഓവറോളായിട്ട് ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ എൻ്റെ എക്സ്പീരിയൻസിൽ iOS 18.6 അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഫോണുകളിൽ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ iPhone 13-ലും 16-ലും അതേപോലെ ബാക്കി ഡിവൈസിലും റൺ ചെയ്യുന്നത് യാതൊരു പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല. ഇനി ഈ പറയുന്ന അപ്ഡേഷൻ അല്ലാതെ iOS 18.7 വരുന്നുണ്ട്, iOS 26 വരുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് പറയാം. iOS 18.7 അപ്ഡേറ്റ് ഈ ഒരു വീക്കിൽ തന്നെ, അതായത് ബേറ്റ ഈ ഒരു വീക്കിൽ തന്നെ വരും. iOS 26 ബേറ്റ 5 ഈ ഒരു വീക്കിൽ തന്നെ വരും. നമുക്ക് സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും iOS 18.7 അപ്ഡേറ്റും വരും. അതോടൊപ്പം iOS 26 അപ്ഡേഷനും വരും. ഈ 2 അപ്ഡേഷനും ഇനി വരാൻ പോകുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതും iOS 26 ഞാനും കുറച്ചധികം iOS 26 വെയിറ്റ് ചെയ്യുന്നത്. സോ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറേയധികം ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് അവിടെ നിന്നും മനസ്സിലാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Jebin Xavier signing from Evika.